പൊളിറ്റിക്കൽ കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് ശ്രീ സൂരജ് കെ സോമരാജൻ. അദ്ദേഹം ഗൾഫിലാണ് ഉള്ളത്. ഗൾഫ് എവിടെയാണ് സൂരജ് ഉള്ളത്? ഞാൻ കുവൈറ്റിലാണ്. കുവൈറ്റിലാണ്. ശരി, എന്താണ് താങ്കൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പൊളിറ്റിക്കൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു കാര്യമാണല്ലോ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ? ഇപ്പോൾ എം എസ് വേണുഗോപാൽ ഇതിനെ ആശങ്കയോടുകൂടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ കാണുന്നത്. താങ്കൾ പക്ഷേ അതിനോട് സജീവമായി ഇടപെടുന്നയാൾ കൂടിയാണല്ലോ. അതെ, കാരണം ഇതിപ്പോ നമ്മളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു കാര്യമല്ല. ഇത് കുറെ കാലമായിട്ട് ഇവിടെ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെ ആണ് ആൾക്കാർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ യുവജനങ്ങൾ അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ എക്സ് പോലെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് കൂടുതലായിട്ട് സജീവമായിട്ട് യുവജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നേരത്തെ ആൾക്കാർ ഇപ്പൊ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസ് പാർട്ടികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരും പറയുന്നത്. അല്ലാതെ പുതിയ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഇത് ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു ബാക്കിംഗ് ഉണ്ട്. ആം ആദ്മി പാർട്ടി ഇപ്പോൾ പിന്നോട്ടടിച്ചിരിക്കുകയാണല്ലോ. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ച് പോകുന്നു. അതിലെ കുറെ നേതാക്കൾ BJP-യിലേക്ക് പോകുന്നു. അപ്പോൾ അവരുടെ ഒരു ബാക്കപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഉണ്ടോ? താങ്കളൊരു പൊളിറ്റിക്കൽ കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ. അതെ അതെ, ഇതിനകത്ത് ഒരു പാർട്ടിക്കോ ഒരു വ്യക്തിക്കോ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല, ഒരു പ്രത്യേക സിസ്റ്റം ഇല്ല. ഇവിടെ എന്താണ് വൈഫൈ ഉള്ളത് എവിടെയാണോ അവിടെയാണ് ആസ്ഥാനം എന്നാണല്ലോ അല്ലെ? അങ്ങനെ തന്നെയാണ് പറയുന്നത്. വൈഫൈ എവിടെ ഉണ്ടോ അവിടെയാണ് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതായത് നമ്മളെല്ലാം നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ പുതിയതായിട്ട് ഇവിടെ ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഒരു ആന്റി ഇന്ത്യൻ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. ഈ സോഷ്യൽ മീഡിയ വഴി ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തായിട്ട് ഏതെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് തരാൻ കഴിയുമോ? പക്ഷേ ഇത് അല്ലല്ല, കേന്ദ്രത്തിന്റെ ഏജൻസികൾ, കേന്ദ്ര സുരക്ഷാ ഏജൻസികൾ കരുതുന്നത്, അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ, അതുകൊണ്ടാണല്ലോ ഈ പൂട്ടൽ വരുന്നത്. അത് ഇതിൽ അംഗങ്ങളായി വരുന്നവരെ കുറിച്ചാണ്. അത് നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയില്ലല്ലോ ആരൊക്കെയാണ് അംഗങ്ങളായി വരുന്നത് എന്ന്, എവിടെ നിന്നൊക്കെയാണ് അംഗങ്ങളായി കൂടുന്നത്. കാരണം ഈ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമാണ്, അവർക്ക് വിസിബിലിറ്റി ഇല്ല. അംഗങ്ങളെ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു തരാം, ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. എനിക്ക് ഇന്ത്യയിൽ നിന്നും മാത്രമേ ഫോളോവേഴ്സ് ഉണ്ടാവണം എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? ഫോളോവേഴ്സ് എവിടെ നിന്ന് വരുന്നു? ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലേ? ഏതൊക്കെ തന്നെയുമല്ല, ഇപ്പൊ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ടിന്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഏതാണ് ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് ആരാണ് പ്രൂവ് ചെയ്തത്? ഏതിന്റെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് സൂരജ്? ഇപ്പൊ ഈ പറഞ്ഞ 49% പാകിസ്ഥാനിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ. അത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ. അവരതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല എന്നാണ് ഉള്ളൂ. അത് നമുക്ക് നിങ്ങൾക്കും പറയാൻ പറ്റില്ല. അത് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്കും പറയാൻ പറ്റുമോ സൂരജ്? അത് ഇനി പാകിസ്ഥാനിൽ നിന്നാണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നത് ഇത് ഒറിജിനൽ ആണ്? കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. അതാണ് ക്രിയേറ്റ് ചെയ്ത് തരാമല്ലോ. അല്ല, അത് അതിന്റെ ആശങ്കയുടെ എലമെന്റ് ആയിട്ട് കാണുന്നതാണ്. ഇത് എവിടെ നിന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ആശങ്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ആന്റി ഇന്ത്യൻ ക്യാമ്പയിൻ ഒന്നും നടത്തുന്നില്ല. ഇവിടെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും ഒക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് പറയുന്നുണ്ടോ? ഇവിടെ നീറ്റ് എക്സാമില് ഇത്രയും വലിയൊരു ചോദ്യപേപ്പർ ചോർച്ച അതിനെതിരെ ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ആന്റി ഇന്ത്യൻ ആവുന്നത്? ഈ തീവ്രവാദ സ്വഭാവമുള്ള ഒരു ചോദ്യമാണോ അത്? ഇവിടുത്തെ യുവജനങ്ങൾക്ക് പ്രതികരിക്കാൻ യാതൊരു അർഹതയുമില്ലേ? അല്ല, ചോദ്യമാണ്, എനിക്കറിയില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് രാജ്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതും എം എസ് വേണുഗോപാൽ പറഞ്ഞതും അതല്ല. അല്ല, നിങ്ങളുടെ ഈ ആവശ്യത്തിന്മേലല്ല പറഞ്ഞത്. ഇതിന്മേൽ ആരൊക്കെ നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ ആവശ്യത്തിന്മേൽ അത് മുതലെടുത്തുകൊണ്ട് ആരൊക്കെ കടന്നു കയറും എന്നുള്ള കാര്യമാണ്. അതുണ്ടല്ലോ, നിങ്ങളും അത് ആശങ്കയോട് കൂടിയായിരിക്കുമല്ലോ കാണുന്നത്. ആരെങ്കിലും മുതലെടുക്കുന്നെന്ന് കരുതി ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രതികരിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് അത് അപകടകരമാണ് കേട്ടോ. അത് അപകടകരമാണ്. നിങ്ങളെ ടൂളായിട്ട് ഉപയോഗിക്കും. നിങ്ങളെ അവർ ടൂളായിട്ട് ഉപയോഗിക്കും. അല്ല, അത് നെഗറ്റീവായിട്ട് മാറും. അല്ല, അത് നെഗറ്റീവായിട്ട് മാറും. ഇതിനകത്തെ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ ഇവിടെ സ്വർഗം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ജൻസികളെ മുഴുവൻ ഇളക്കി വിടുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ ലേസി ആയിട്ടിരുന്നാൽ സ്വർഗം ഇങ്ങനെ തനിയെ വരുമെന്ന്. അല്ല, അതിനകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതിലെ മുഴുവൻ ഇൻഫർമേഷൻ അതാണെന്നേ. ബെസ്റ്റ് ഹെൽത്ത്, പിന്നെ ലോകോത്തര ഹെൽത്ത് ഫെസിലിറ്റി,
ലോകോത്തര എഡ്യൂക്കേഷൻ, ലോകോത്തര ലാബ് ഇല്ല, ഫെസിലിറ്റി, ഇങ്ങനെ ഞാൻ ഒരു എല്ലാം കാര്യം ലോകോത്തരമായി പറയാം. വരുമ്പോൾ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം പറയാം. കാരണം ഇവിടെ നിങ്ങൾക്കിപ്പോ ഈ പറയുന്ന രാജ്യ സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങൾ ഇപ്പൊ പൊതുജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, അത് ഗവൺമെന്റിന്റെ കാര്യമാണ്. രാജ്യസുരക്ഷയായി തന്നെ കണ്ട് അതിനുള്ള നടപടികൾ എടുക്കുക എന്ന് കരുതി യുവജനങ്ങള് പ്രതികരിക്കുന്നതിനെ നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇന്നലെ ഞങ്ങളുടെ കൂടെയുള്ള 4-5 പേരുടെ അക്കൗണ്ടുകളാണ് രാത്രി 4-5 തവണ, ഞാൻ വേണമെങ്കിൽ തെളിവ് സഹിതം തരാം, ഹാക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചേ. നിങ്ങൾ ആരെയാണ് ഈ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഹാക്ക്ഡ് എന്ന് പറഞ്ഞ ഈ രാത്രി 4-5 തവണ അക്കൗണ്ടുകൾ, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അക്കൗണ്ടുകൾ പോയതിനു ശേഷം റിക്കവർ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. ഇത് ആർക്ക് വേണ്ടിയാണ്? ആരാണ് ചെയ്യുന്നത്? ഇത് കേന്ദ്ര സുരക്ഷയുടെ ഭാഗമാണോ? അറിയില്ല. ഞങ്ങളൊക്കെ എന്ത് തെറ്റാണ് ചെയ്തേക്കുന്നത്? ശരി, ശ്രീ മനു പ്രസാദ്, ഇത് രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.